Dear students, we have marginal concepts. Marginal concepts എന്ന് വെച്ച് കഴിഞ്ഞാൽ you already know that marginal concepts are related to changes in the total. അതായത് മാർജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ എന്ന് പറയുന്നത്. We have marginal utility, marginal product, marginal revenue, like that. So whenever there is a marginal, that means is an additional, and the addition is happened when there is a changes in the total product or changes in the total value. അപ്പോൾ ടോട്ടൽ വാല്യൂവിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർജിനൽ യൂട്ടിലിറ്റി ആവാം, മാർജിനൽ റവന്യൂ ആവാം, മാർജിനൽ കോസ്റ്റ് ആവാം. ഇതാണ് മാർജിനൽ എന്ന് പറയുന്നത്. ആൻഡ് let's begin with marginal utility. So marginal utility means addition to total utility when one more unit of additional commodity is consumed. Okay, so marginal utility is the addition made to total utility by consuming one more unit of the commodity. That is changes in the total utility. Okay, changes in the total utility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് there is a changes in total utility. That is marginal utility equal to changes in the total utility when there is a changes in the total quantity of consumption, isn't it? So that is when we are consuming n commodity, then the marginal utility will be total utility of the nth commodity minus total utility of n minus 1 commodity. And നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ ടോട്ടൽ ക്വാണ്ടിറ്റി. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിലുള്ള മാറ്റം എപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റിയിലെ മാറ്റം വരുമ്പോൾ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇൻ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ദ മാർജിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി find out by taking the first derivative of the total function. ടോട്ടൽ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാർജിനൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മാർജിനൽ കോൺസെപ്റ്റ്സ് കിട്ടുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി ആണെങ്കിൽ ഹിയർ വി ഹാവ് when we are taking the first derivative of the total utility function given here, for example, when total utility is equal to the function of commodity x, we have to find out the first derivative of the total utility function. Then marginal utility will be equal to dtu by dx. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ദാറ്റ് ഈസ് dtu of dx. That will be equal to the marginal utility, isn't it? So we are consuming commodity x. The first derivative of the first commodity will be the first derivative of the total utility of that commodity x. Suppose for example when we are taking commodity x and y, അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രം കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്, യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഫോർ എക്സാമ്പിൾ എ കൺസ്യൂമർ ഈസ് കൺസ്യൂമിങ് ബോത്ത് എക്സ് ആൻഡ് വൈ. ഈ കൺസ്യൂമർ രണ്ട് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. കമ്മോഡിറ്റി എക്സ് കൺസ്യൂം ചെയ്യുന്നു, വൈയും കൺസ്യൂം ചെയ്യുന്നു. ഈ എക്സും വൈയും കൺസ്യൂം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുക? Then total utility will be the function of commodity x and y. So total utility is equal to function of x and y. Then what will be the marginal utility? അപ്പോൾ നമുക്ക് എന്ത് പറയണം? സോ ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഞാനത് റെഡ് കൊണ്ട് കാണിക്കാം. യെസ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് കണ്ടുപിടിക്കണം, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ കണ്ടുപിടിക്കണം. ഇനി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എം യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു dtu by dou x, isn't it? If we are taking the marginal utility of y, then it will be marginal utility of y equal to dou tu by dou y. Got the idea? See for example, given a total utility function u equal to
x square plus 3x plus 5. We have to find out the marginal utility. So I'm already telling you, that is marginal utility കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് total utility function. First derivative of the total utility function will be mu equal to dtu by dx. It will be equal to, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2x ആണ്. ദെൻ 3xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെ അല്ലേ ഡെറിവേറ്റീവ് എടുക്കുന്നത്, അപ്പോൾ കോൺസ്റ്റൻ്റ് എടുത്തു 3. ദെൻ 5ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഡി ടി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറയാം 2x plus 3. So this is the marginal utility of the given utility function x square plus 3x plus 5, isn't it? Another example, if we are consuming two commodities, here we have both x and y. The function is u equal to 6xy plus 9x plus 5. Then marginal utility of this function will be, അപ്പോൾ നമുക്ക് marginal utility of എന്താ കണ്ടുപിടിക്കണം? ബോത്ത് എക്സ് കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എന്ത് പറഞ്ഞു? എക്സിൻ്റെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് കിട്ടും. ദെൻ വൈൻ്റെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ഹിയർ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ എക്സ് മൈൻഡ് ചെയ്യണില്ല, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6y പ്ലസ് 9 അല്ലേ? എക്സ് സൈലൻ്റ് ആണ് ഇവിടെ അല്ലേ? സോ വൈൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോഴത്തേനും 0 വരും. സോ 6y പ്ലസ് 9. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 6x പ്ലസ് 1. സോ ഈ 1 എവിടെ നിന്നാണ് വന്നത്? വൈൻ്റെ കോൺസ്റ്റൻറ്റ്, വൈൻ്റെ വാല്യൂ. സോ 6x പ്ലസ് 1. Then coming to MPC, marginal propensity to consume. So what is marginal propensity to consume? Marginal propensity to consume means that is changes in consumption due to change in the income of the consumer. അതായത് നമ്മുടെ ഇൻകം മാറുമ്പോൾ എത്ര പെർസെൻറ്റ് നമ്മുടെ കൺസംഷൻ മാറി എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ചേഞ്ചസ് ഇൻ ഇൻകം വെൻ ചേഞ്ചസ് ഇൻ കൺസംഷൻ വെൻ ദർ ഇസ് എ ചേഞ്ചസ് ഇൻ ഇൻകം. ഇൻകത്തിലെ മാറ്റം എത്രത്തോളം നമ്മുടെ കൺസംഷനെ ബാധിച്ചു. ഇപ്പം നമുക്കിപ്പോൾ 100 രൂപയാണ് നമ്മുടെ ഇൻകം ഉള്ള സമയത്ത് നമ്മൾ 10 രൂപ കൺസ്യൂം ചെയ്യുമെന്ന് വിചാരിക്കാം. നമ്മുടെ ഇൻകം 150 കൂടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പം വാട്ട് ഈസ് എം പി സി? എം പി സി വിൽ ബി ചേഞ്ചസ് ഇൻ ദ കൺസംഷൻ വെൻ ദർ ഇസ് എ ചേഞ്ചസ് ഇൻ അവർ ഇൻകം, isn't it? Then how to find out the MPC? That is, here we have a given consumption function C equal to function of y. That means നമുക്കറിയാം കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ്റെ ഇൻകത്തിൻ്റെ ഫംഗ്ഷനാണ്. ഇൻകത്തിലെ മാറ്റമാണ് കൺസംഷനിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കുന്നത്. ഇൻകം ഉള്ളപ്പോഴാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം C equal to function of y. So MPC will be the changes in, that is change in consumption to change in income. Okay, that is changes in consumption to change in our income. This is known as MPC. So MPC will be changes in the consumption to the change in income. See, for example, given a consumption function C equal to 100 plus 0.5y. കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 പ്ലസ് 0.5y ആണെങ്കിൽ ഹൗ മച്ച് വിൽ ബി എം പി സി ആൻഡ് എം പി എസ്? നമുക്കൊരു കാര്യം അറിയാം, എന്താണ്? എം പി സി പ്ലസ് ദ വാല്യൂ ഓഫ് എം പി എസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ദിസ് ഇസ് ദ തിയറി. എം പി സിയും എം പി എസിൻ്റെയും വാല്യൂ എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. സോ എം പി സി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ
എന്താണ് MPS? അപ്പോൾ എന്തായിരിക്കും? 1 മൈനസ് MPC ആയിരിക്കും അല്ലേ? ഓക്കെ, സോ we have the consumption function here. C equal to 100 plus 0.5y. How will we find out MPC and MPS? So MPC is, we know that change in consumption to change in income ആണ് അല്ലേ? ഇൻകത്തിലെ മാറ്റം കൺസംഷന് വരുത്തുന്ന മാറ്റത്തെയാണ് എന്ത് പറയുന്നത്? MPC എന്ന് പറയുന്നത്. എങ്കിൽ MPC എന്താ ഇവിടെ? dC/dy എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആയിരിക്കും. ഓക്കെ, ദെൻ എങ്കിൽ MPC 0.5 ആണ്, 0.5 ആണ്. എങ്കിൽ MPS എന്തായിരിക്കും? 1 മൈനസ് 0.5 ആയിരിക്കും. വൈ? നമുക്കറിയാം, എന്തറിയാം? MPSും MPCയും കൂട്ടിക്കഴിഞ്ഞാൽ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. എങ്കിൽ ഒരെണ്ണം മാത്രം തന്നു കഴിഞ്ഞാൽ MPCയുടെ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ MPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ 1ൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് MPS ഈക്വൽ ടു 1 മൈനസ് MPC. ദാറ്റ് മീൻസ് MPC ഓൾറെഡി നമുക്കറിയാം എന്താണെന്ന്, 0.5 ആണെന്നറിയാം. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.5. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.5. Got it. Then what about marginal propensity to save? എന്താണ് marginal propensity to save? So like MPC, marginal propensity to save is change in saving to a change in income. നേരത്തെ MPC എന്തായിരുന്നു? ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിൽ വരുന്ന മാറ്റം കൺസംഷനിൽ വരുത്തിയ മാറ്റത്തെയാണ് നമ്മൾ പറഞ്ഞത് MPC എന്ന് പറയുന്നത്. അപ്പോൾ MPS എന്തായിരിക്കും? ഇൻകത്തിൽ വരുത്തിയ മാറ്റം, എത്ര മാറ്റം സേവിങ്ങിൽ വരുത്തി എന്നുള്ളതാണ് എന്ത്? MPS എന്ന് പറയുന്നത്. സോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ സേവിങ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ആൻഡ് സോ saving is always the function of income. Then MPS, marginal propensity to save, will be the first derivative of saving function. So ds/dy. Given here example, here we have the example. Function of saving function is s equal to 80 plus 0.4y. Then what will be MPS? That is ds/dy equal to 0.4, isn't it? Then marginal product. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഓർ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് മാർജിനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് എനി ഫാക്ടേഴ്സ് പ്രൊഡക്ഷനിലുള്ള അതിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ടു എ യൂസ് ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. സോ ദർ ആർ 2 ഇൻപുട്സ് വി ആർ യൂസിങ് ഫോർ എ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇൻപുട്ടുകളാണ് ഇതൊക്കെ, ലേബറും ക്യാപിറ്റലും. അപ്പോൾ ഈ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഉള്ള മാറ്റം, അതായത് എത്ര അഡീഷണൽ ലേബർ ഉപയോഗിക്കുമ്പോഴും അഡീഷണൽ ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോഴും എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും. ഓക്കെ, അപ്പം മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ MPLും മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അതിൻ്റെ അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ പറയുന്നതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പം എന്താ? ദർ ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് ടോട്ടൽ ഔട്ട്പുട്ടിലുള്ള മാറ്റം, ടോട്ടൽ പ്രൊഡക്റ്റിലുള്ള മാറ്റം. എപ്പോൾ? ദർ ഈസ് എ ചേഞ്ചസ് ഇൻ ദ ലേബർ. യൂണിറ്റ് ഓഫ് ലേബർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, എക്സിസ്റ്റിംഗ് യൂണിറ്റ് ഓഫ് ലേബറിൻ്റെ കൂടെ ഒരു യൂണിറ്റ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ഉപയോഗിക്കുമ്പോൾ, 1 യൂണിറ്റ് ആവാം, 2 യൂണിറ്റ് ആവാം, 3 യൂണിറ്റ് ആവാം, എത്ര യൂണിറ്റ് വേണമെങ്കിൽ നമ്മൾ ലേബർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ലേബർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലേബറിൽ നിന്നും എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ലേബർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും?
ക്യാപിറ്റൽ ഒരു യൂണിറ്റ് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് പ്രോഡക്റ്റ് കൂടുന്നു എന്നുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് പറയുന്നു? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഹൗ ടു ഫൈൻഡ് ഔട്ട്? ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ആസ് MPL ഈസ് ഈക്വൽ ടു ഡെൽറ്റ TP ബൈ ഡെൽറ്റ L, ദാറ്റ് ഈസ് ഡോ TP ബൈ ഡോ L. ഇതെന്താണ്? ചേഞ്ചസ് ഇൻ ലേബർ ആണ്. ലൈക്ക് വൈസ് ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ വിൽ ബി MPK ഈക്വൽ ടു ഡെൽറ്റ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ K ഡോ TP by dou K. See for example, here we have an output function Q is equal to output equal to x cube plus 5xy plus y square. So for a firm which uses two inputs x and y in the production of process, find margin product of the two inputs. So one firm is using two inputs x and y. x ഇപ്പോൾ ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. രണ്ട് ഇൻപുട്ടുകളാണ് ഒരു ഫോം യൂസ് ചെയ്യുന്നത്, എക്സും വൈ ഉപയോഗിക്കുന്നത്. ഈ എക്സും വൈയും ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷൻ എങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ക്യൂ, അയാളുടെ ഔട്ട്പുട്ട് എത്രയായിരിക്കും. അപ്പം അയാൾ ഉപയോഗിക്കുന്ന പോർഷൻ എങ്ങനെയാണ്, ഏത് പ്രൊപ്പോർഷനാണ് ഉപയോഗിക്കുന്നത്? എക്സ് ക്യൂബ് പ്ലസ് 5xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, എങ്കിൽ വാട്ട് വിൽ ബി marginal physical product of x and marginal physical product of y. രണ്ടിൻ്റെയും മാർജിൻ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാർജിൻ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിൽ ഒരു യൂണിറ്റ് ഓഫ് എക്സ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലുള്ള മാറ്റം ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. See, MPX equal to change in Q divided by change in X. That means the first derivative of the given output function. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് Q എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് Q എന്ന് പറഞ്ഞാൽ dq by dx with respect to x. It will be equal to x ക്യൂബിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 3x square പ്ലസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം 5xyൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേനും എന്താവും? 5y, isn't it? Okay, so first derivative of this given output function is dq by dx equal to 3x square plus 5y. So this is the marginal physical product of your input x. സി എക്സ് എൽ ആണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് എൽ ഈക്വൽ ടു dq by dx ആയിരിക്കും. ക്ലിയർ? Then coming to next, marginal physical product of y will be equal to the first derivative of this given given output function. ഈ given output functionൻ്റെ first derivative will be with respect to y ആണെങ്കിൽ marginal physical product of y. See, y equal to capital ആണെങ്കിൽ marginal product of capital will be equal to first derivative of this this output function with respect to q അല്ല y, with respect to y will be equal to x cube. അപ്പോൾ ഇവിടെ with respect to y അല്ലേ, അപ്പോൾ നമ്മൾ x നോക്കണ്ടല്ലോ. സോ 5xyൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 5x പ്ലസ് y സ്ക്വയറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2y. Got it? This is the marginal product of two inputs. Coming to the cost, marginal cost അപ്പോൾ എന്തായിരിക്കും? marginal cost means the additional unit of cost when one more unit of additional commodity is produced. Okay, marginal cost refers to change in total cost due to production of an additional unit of output, that is dTC by dQ. Q means the output. Suppose for example, the total cost is equal to x square minus 4xy minus 2y cube. Here the firm producing two goods, that is x and y. Then he is producing x and y commodities. What will be the marginal cost for producing these two commodities? That is the question. So we are taking the first derivative of TC.
first suppose we are taking first derivative of tc, dtc by dq will be equal to 2x minus 4y. Okay, so this is the cost for producing commodity x. Got it? 2x minus 4y. Then marginal cost for producing commodity y will be dou tc by dou y. It will be equal to